praise you, Jesus. നമ്മുടെ ഏതവസ്ഥകളിലും ഏതു സാഹചര്യങ്ങളിലും നമ്മളെ താങ്ങുന്നൊരു ദൈവം എന്ന നമ്മുടെ മധ്യയുള്ളതിനെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അല്പനേരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ നല്ലവനും വല്ലഭനുമായ നമ്മുടെ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കാം, പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഏതു സാഹചര്യങ്ങളിലും നമ്മളെ താങ്ങുന്ന ഒരു ദൈവം ഇത് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, വിശ്വാസത്തോടു കൂടി ഹല്ലേലൂയ ആ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. We praise you, Jesus. പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ. നമ്മുടെ ഏതവസ്ഥകളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളെ കരുതുന്ന ഒരു ദൈവം, നമ്മളെ താങ്ങുന്ന ഒരു ദൈവം. Oh, we praise you, Jesus. Hallelujah. We praise you, Jesus. Amen, Lord. Hallelujah. പൂർണ്ണ ഹൃദയത്തോടെ
വഹിച്ചതിനാൽ ഉള്ളിൻ കുറുക്കതിൽ വീണതില്ല. വൃത്തിയെന്നെ വഹിച്ചതിനാൽ ഉള്ളിൻ കുറുക്കതിൽ വീണതില്ല. Hallelujah. Oh, we praise you. Amen, Lord. We praise you. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും. കണ്ണിൻ മണി പോലെ നമ്മെ കാക്കുന്ന ദൈവത്തെ, കണ്ണിൻ മണി എന്നെ കരുതും. യെസ് ലോർഡ്. ആ യേശുവിന്റെ ഉള്ള കരങ്ങളിൽ നമ്മളെ വഹിക്കുന്ന ആ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം എന്ന് നമ്മുടെ മധ്യമുള്ളതിനെ ഓർത്ത് Oh, we praise you. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ. Yes, Lord. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. Yes, Lord. സ്നേഹമേറെ നൽകുന്നതിനാൽ ആ നല്ലവനായ ദൈവത്തെ ഹല്ലേലൂയ. Yes, Lord. കണ്ണിൻ മണി പോൽ എന്നെ കരുതും. വിശ്വാസത്തോടെ നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മളെ കരുതുന്നവനായ ഒരു ദൈവം, അവന്റെ ഉള്ള കരങ്ങളിൽ നമ്മളെ വഹിക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. Yes, Lord. We praise you, Jesus. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ ഉള്ളിൻ കുറുക്കതിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ ഉള്ളിൻ കുറുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഇച്ചില്ല. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാറിലെന്നെ. Hallelujah. സാരമില്ലെന്നോതിടും തന്മാറിലെന്നെ. ഭാരമുള്ളിൽ നേരിടും നേരമിൽ. Yes, Lord. Oh, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാറിൽ. Oh, we praise. സാരമില്ലെന്നോതിടും ആ യേശു എന്നും നല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. എന്നും നല്ലവൻ. ഓ, എന്നും
തിരുകരങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഒരു യോഗ്യതയും ഇല്ലാത്ത അടിയങ്ങളെ കർത്താവെ വിശുദ്ധനായി കർത്താവെ അങ്ങയുടെ മകനാക്കി അങ്ങ് മാറ്റിയല്ലോ കർത്താവെ. ആ വലിയ ആ സ്നേഹത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് യേശുവേ. We praise you, Jesus. സകല മഹത്വവും യേശുവിലേക്ക് ഒന്ന് കൊടുത്താട്ടെ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായി എന്നെ വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായി എന്നെ വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹവും കൃപയാലേ ഉളവായ ദാനമല്ലോ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹവും കൃപയാലേ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, യെസ് ലോർഡ്, ആരാധന, ആരാധന, ആരാധന. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായി എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായി എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹവും കൃപയാലേ ഉളവായ ദാനമല്ലോ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹവും കൃപയാലേ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 നമ്മിൽ തന്ന ശക്തിയാ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി നടത്തുന്നു. നമ്മിൽ തന്ന ശക്തിയാ ചോദിച്ചതിലും അത്യന്തം പരമായി നടത്തുന്നോനെ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹവും കൃപയാലേ ഉളവായ ദാനമല്ലോ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച കൃപയാലേ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായി എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായി എന്നെയും വിശുദ്ധനായി മാറ്റുന്ന
സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലേ ഉളവായ ദാനമല്ലോ. കരുണയിൻ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലേ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ. ഇന്ന് ഈ കൺവെൻഷൻ്റെ 2ാം ദിവസം നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹത്തോടെ ഈ ദൈവസ്ഥനിലാക്കി വെച്ച നന്ദിയോടെ ദൈവം സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. എബ്രായ ലേഖനം 2ാം അധ്യായം 10ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞനാക്കുന്നത് യുക്തം ആയിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, സകലത്തിനും ലാക്കും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ആ കർത്താവിൻ്റെ തേജസ്സിലേക്ക് നയിക്കുന്ന സത്യസുവിശേഷവുമായി നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ബിജി പാസ്റ്റർ നമ്മുടെ സ്ഥാനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം നമ്മളോട് കർത്താവിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അരുളപ്പാട് നമുക്ക് കേൾക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്നൊരു ദിവസം കൂടി അങ്ങയുടെ സന്നിധാനത്തിൽ ദൈവം നമുക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളോട് സംസാരിപ്പാൻ ദൈവയച്ച ദൈവദാസനോട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ആ മകനിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കർത്താവ് കാണിച്ചു തരണമേ. ആ ക്രിസ്തുവിൻ്റെ ആ തേജസ്സിലേക്ക് നയിക്കുന്ന ആ സത്യസുവിശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ, അതനുസരിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ആ കർത്താവിന് സന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തനാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിജിപ്പാസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാന ശക്തി മകനിലൂടെ ഇരുന്ന് ആ ദൈവവചനം, ആ ദൈവത്തിൻ്റെ സ്വരത്തിലൂടെ ഞങ്ങളോട് സംസാരിപ്പാൻ ദൈവം കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രാർത്ഥന നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കരങ്ങളടിച്ച് പാസ് സ്വീകരിക്കാം. ദൈവത്തിൽ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ള ഡെനിൽ പാസ്റ്റർ, ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ ദാസന്മാർ, സഹോദരിമാരെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ജോസഫ് പാസ്റ്റർ ഇവിടെ ഇല്ലെങ്കിലും സാന്നിധ്യത്തിൽ പാസ്റ്റർ ഓർക്കുന്നു, മറ്റ് ശുശ്രൂഷകരെല്ലാം ഓർക്കുന്നു. ദൈവം നമ്മെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങൾ ഇത്തിരി അകന്നു പോയോ എന്നെനിക്കൊരു സംശയം. കസേര പുറയിലേക്ക് പോയോ? ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കും. നമുക്ക് വേഗത്തിൽ ചിന്തയിലേക്ക് വരാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീയ നല്ല പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ അവിടെ നൽകിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചു. സന്ധ്യയിൽ അങ്ങയുടെ പാതവിടെ ഇരുപ്പാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ തിരുവെഴുത്ത് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവെ, വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തോട് അങ്ങ് സംസാരിക്കണം. പരിശുദ്ധാത്മാവ്
ഞങ്ങളോട് ഇടപെടണം. ഞങ്ങൾ വായിച്ച വചനത്തിലൂടെ അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ സന്ദേശം ഞങ്ങൾക്ക് നൽകണം. സംസാരിക്കുന്ന അടിയനും കേൾക്കുന്ന പ്രിയപ്പെട്ടവരും പൂർണ്ണമായിട്ടും ഒരേ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഇരിപ്പാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മുഴുവൻ സമയവും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ എന്തെല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. ഞാൻ അങ്ങനെ ചിന്തിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സ് പല സ്ഥലത്തേക്കൂടെ ഓടുകയായിരിക്കും, പല വ്യക്തികളിലേക്ക് ഓടുകയായിരിക്കും. അവരെക്കുറിച്ച് അറിയാൻ, അവർ പോയതറിയാൻ, സംസാരിച്ചതറിയാൻ, അവർ ചിന്തിച്ചതറിയാൻ. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ നടുവിൽ പൗലോസ് പറയുന്ന കാര്യം, എനിക്ക് ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഇത് പറയാനുള്ള സാഹചര്യം നമ്മൾ 1-ാം അധ്യായത്തിൽ നോക്കിയാൽ 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ കൊരിന്ത്യ സഭ എല്ലാവിധ കൃപാവരങ്ങളോടും കൂടിയ സഭയാണ്. എല്ലാ കൃപാവരവും ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. പക്ഷേ ഇത്രയും പാപമുള്ള വേറൊരു സഭയും നോക്കിയാൽ കാണാൻ കഴിയില്ല. അത്രമാത്രം മലിനവുമാണ്. പ്രാരംഭ ഭാഗത്ത് പൗലോസ് പറയുന്ന കാര്യം, നിങ്ങൾ പക്ഷം പിടിക്കുന്നവരാണെന്ന് ഞാൻ അറിയുന്നു. ചിലർ പൗലോസിൻ്റെ പക്ഷം, ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷം, ചിലർ കേഫാവിൻ്റെ പക്ഷം, ചിലർ കർത്താവിൻ്റെ പക്ഷം. ആ സഭയിൽ 4 പക്ഷമുണ്ടെന്നാണ്. ഇവിടെ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, പെരുമ്പാവൂരത്തെ കണക്ക് എനിക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പക്ഷം പിടിക്കുന്നത് കണ്ട് ഭാരത്തോടെയാണ് പൗലോസ് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പക്ഷങ്ങളൊന്നും എനിക്കില്ല, എനിക്കത് വിഷയവുമല്ല, ഞാനത് ശ്രദ്ധിക്കുന്നുമില്ല. പൗലോസ് ചോദിച്ചത്, പൗലോസ് നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പല്ലോസ് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? കേഫാവ് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രൂശിക്കപ്പെട്ട ഒരുവനേ ഉള്ളൂ, അത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് പറഞ്ഞു, ഞാൻ അവൻ്റെ മാത്രം പക്ഷക്കാരനാണ്. അവൻ്റെ പക്ഷക്കാരനല്ല, ഞാൻ അവൻ്റെ മാത്രം പക്ഷക്കാരനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രൂശിതനായിരിക്കുന്ന ഈ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. വളരെ സ്നേഹത്തോടെ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും പക്ഷം പിടിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ് അത് അവസാനിപ്പിച്ച് മടങ്ങാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പല പാസ്റ്റർമാരുണ്ട്, ലീഡർഷിപ്പിലുള്ളൊരു പലര് കാണും, പല നിലയിൽ ശുശ്രൂഷയിൽ വർഷിപ്പ് ചെയ്യുന്നവരുണ്ട്, സൺഡേ സ്കൂൾ എടുക്കുന്നവരുണ്ട്, അങ്ങനെ പല നിലയിൽ ലീഡർഷിപ്പിലുള്ള ആളുകളുണ്ട്. ഒരു കാര്യം തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്, അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യും, മറിച്ച് നാം അവരുടെ ആരുടെയും പക്ഷത്ത് നിൽക്കുന്നവരാകരുത്, അവരുയർത്തുന്ന കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതം പലരുടെയും തകരാനുള്ള കാരണം, സഭകൾ തകരാനുള്ള കാരണം, സഭയ്ക്കകത്ത് പക്ഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഈ പക്ഷങ്ങളാണ് പലപ്പോഴും ഈ സഭയെ ഭിന്നിപ്പിക്കുന്നത്. പക്ഷങ്ങളാണ് പലപ്പോഴും ഭിന്നതയുണ്ടാക്കി ഒരു കൂട്ടത്തെ പുറത്തു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയണം. അതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞ് നമുക്ക് യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ഇവിടെ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ക്രൂശിതനായിരിക്കുന്ന യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് നിർണയിച്ചു. അതിന് മറ്റൊരു കാരണമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. പൗലോസ് മറ്റൊരു പക്ഷത്തും നിൽക്കാത്തതിൻ്റെ കാരണം പൗലോസിനൊരു ഉറപ്പുണ്ട്. എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശു കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്താൽ എൻ്റെ ജീവിതത്തിലെ, എൻ്റെ സാഹചര്യങ്ങളിലെ, എൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത്, എൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ, എൻ്റെ ഏത് സാഹചര്യത്തിലും ആ ഉയർത്തപ്പെട്ട കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ.
എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിനെ, ഹല്ലേലൂയ, അവനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അവനിലൂടെ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനാണ് നമ്മെ ജയാളിയാക്കി മാറ്റുന്നത്. ഞാൻ ഈ ഒന്ന് രണ്ട് മാസം മുമ്പ് മദ്രാസിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളത്. എനിക്ക് തോന്നുന്നത് വർഷം എനിക്കറിയില്ലെങ്കിലും 1950-55 കാലഘട്ടത്തിൻ്റെ ഇടയിൽ തുടങ്ങിയതായിരിക്കും. ഡോക്ടർ ഗുപ്ത എന്ന് പറയുന്ന ഒരാളാണ് ആ ബൈബിൾ കോളേജ് തുടങ്ങിയത്. അപ്പം അവിടെ പഠിച്ചിറങ്ങിയ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ, അവിടെ പഠിച്ചിറങ്ങിയ ആ സ്റ്റുഡൻസിൻ്റെ ഒരു മീറ്റിങ്ങിൽ എനിക്കും വൈഫിനും കൂടെ യാദൃശ്ചിക പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടായി. കൂടെ പഠിച്ച ഒരാളുടെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയതാണ്. പിറ്റേ ദിവസം മടങ്ങി വരുമ്പോഴായിരുന്നു ആ മീറ്റിംഗ്. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ആ കോളേജിൽ പഠിച്ച് ഒരു BTH എടുത്ത് ഇറങ്ങിയ അനുഭവത്തിലാണ് ഞാൻ ആ മീറ്റിംഗ് കഴിച്ച് പുറത്തിറങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഓരോരുത്തരുടെയും സാക്ഷ്യവും അവരെ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ചതെല്ലാം കേട്ടപ്പോൾ വലിയൊരു അനുഭവമായിട്ട് മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്നും കൂടെ ഞാൻ അതുകൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ്, ആ ക്രൂശിൽ നാം ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ആ ക്രൂശിൽ നമുക്ക് സകലത്തിൻ്റെ മേലും നമ്മെ ജയാളിയാക്കാൻ പ്രാപ്തനായ ഒരു കർത്താവ്, ഹല്ലേലൂയ, അവനാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനിൽ വിശ്വസിക്കാൻ കഴിയും. വിശ്വസിക്കുക എന്നുള്ളതാണ്. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവും. ഞാൻ പലപ്പോഴും ഇവിടെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വേഗം വായിക്കുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വേഗത്തിൽ തിരുത്തി പറയാം. ഞാനിത് 1 മണിക്കൂർ അല്ല 10 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടിയാലും ഈ ക്രൂശ് പ്രസംഗിക്കുക എന്നുള്ളതാണ്. 2 മണിക്കൂർ പ്രസംഗിച്ചിട്ടും ക്രൂശ് പ്രസംഗിച്ചില്ലെങ്കിൽ ആ പ്രസംഗം വ്യർത്ഥമാണ്. 5 മിനിറ്റാണ് കിട്ടിയോളെങ്കിലും ഈ ക്രൂശ് പ്രസംഗിക്കുക എന്നുള്ളതാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ വരട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം. അത് ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനത് ഭോഷത്വമായി തോന്നി. അതാണ് പൗലോസ് പറയുന്നത്, അത് ലോക മനുഷ്യന് ഭോഷത്വമായി തോന്നി. എന്താ? വളരെ നിസ്സാരമായി നമ്മൾ, അല്ലെങ്കിൽ അതിനെ സിമ്പിളാക്കി പറഞ്ഞാൽ, ഏതോ രാജ്യത്ത് കുറേ ആളുകൾ കൂടി ഒരു ചെറുപ്പക്കാരനെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി മരം കൊണ്ടൊരു കുരിശുണ്ടാക്കി അതിൽ തൂക്കിക്കൊന്നു. ഏതോ രാജ്യത്ത്, ഇവിടെ എറണാകുളത്ത് ഇളംകുളത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വാർത്തയ്ക്ക് എന്താണ് പ്രസക്തി? ഏതോ രാജ്യത്ത് 10-32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കുറച്ച് ആളുകൾ കൂടി ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി കുരിശുണ്ടാക്കി അതിൽ തൂക്കിക്കൊന്നത് കൊണ്ട് ഇളംകുളത്തിരിക്കുന്ന എനിക്കെന്ത് പ്രയോജനമെന്നൊരു പക്ഷേ നമ്മുടെ ബുദ്ധി ചിന്തിച്ചേക്കാം. എന്നാൽ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്, അങ്ങനെ യേശു എന്ന് പേരുള്ളൊരു ചെറുപ്പക്കാരൻ നിനക്ക് വേണ്ടി അവിടെ മരിച്ചു എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആ വിശ്വാസത്താൽ ഇളംകുളത്തിരിക്കുന്ന നിന്റെ രോഗം സൗഖ്യമാകും. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ ഇവിടെ ഇരിക്കുന്ന നിന്റെ പാപത്തിൽ നിനക്ക് മോചനമുണ്ട്. അവിടെ യേശു മരിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, നിന്റെ ശാപത്തിൽ നിനക്ക് മോചനമുണ്ട്. യേശു അവിടെ മരിച്ചത് കൊണ്ട് നിന്റെ പരാജയത്തിൽ നിന്ന് നിനക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ ഒരുവൻ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ആ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പിറകിൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവൻ്റെ ശക്തി എന്ന് പറയുന്നത് അവനുള്ള ഉറപ്പാണ്. യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ടും, അവൻ അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന പൗലോസിന്റെ ഉറപ്പ്, ഹല്ലേലൂയ, അത് എൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ്, എൻ്റെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടിയാണ്, എൻ്റെ ശാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ്, എൻ്റെ കടഭാരത്തിൽ നിന്ന് എന്നെ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയാണ്, എനിക്ക് ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും ആനന്ദവും നൽകേണ്ടതിനാണ്, എനിക്ക് ആവശ്യമുള്ളതിൽ തക്ക സമയത്ത് എനിക്ക് വേണ്ടി നൽകേണ്ടതിനാണ് അവൻ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചത്. ആ ഉറപ്പ് അവൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് അവൻ ഉറപ്പിച്ച് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കാൻ ഞാൻ.
ഇതിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് വേണ്ടേ? എൻ്റെ ചോദ്യം അതാണ്. ഈ ക്രൂശിൽ നമുക്ക് സകലത്തിന്മേലും ജയമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? നമ്മൾ എന്തിനാണ് മറ്റു വഴികൾ തേടുന്നത്? നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? പക്ഷെ പലപ്പോഴും ഈ ഉറപ്പ് നമുക്കില്ലെന്നുള്ളതാണ്, ഈ വിശ്വാസം നമുക്കില്ലെന്നുള്ളതാണ്. ഞാൻ അതിലേക്കൊന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുക. പൗലോസി പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിൽ ഈ ഉറപ്പ് നമുക്കുണ്ടോ? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ഉറവായി. യേശു അവളോട്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇത് വേറെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം വായിച്ചാൽ അവിടെ കാണുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശതാധിപനോടുള്ള ബന്ധത്തിൽ കാണുന്നത്, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കർത്താവ് ആ സ്ത്രീയെ നോക്കിയത് പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. താഴേക്ക് നമ്മൾ വായിക്കുന്ന ആ നാഴികയിൽ തന്നെ അവളുടെ വീട്ടിലിരുന്ന മകൾക്ക് സൗഖ്യം വന്നെന്ന. മകൾ കൂടെ ഇല്ല, ഭൂതബാധിതമാണ്. ഒരുപക്ഷെ മുറിയിൽ പൂട്ടിയിട്ടായിരിക്കും യേശുവിനെ കാണാൻ വന്നത്. എങ്ങനെയായാലും ആ നാഴികയിൽ തന്നെ മകൾ അവിടെ ഇല്ലെങ്കിൽ പോലും അവൾ ആയിരുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, അവൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞു. നിന്റെ വിശ്വാസം വലിയത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ കാരണവന്മാരൊക്കെ ആ വാക്യം വായിച്ചിട്ട് പറയും, ഇവിടേക്ക് എന്താ പറഞ്ഞത്? നിന്റെ വിശ്വാസം നിന്നെ മിണ്ടുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയണം, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ എന്നാണ്. കേട്ടണമെന്ന് എനിക്കറിയില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കുമോ? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ വിശ്വാസം രക്ഷിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. മലയാറ്റൊരു മല കയറിയ നടുവേദന മാറും എന്ന് വിശ്വസിക്കുന്നവൻ അവൻ്റെ വിശ്വാസത്തിലാണ് കയറുന്നത്. രക്ഷിക്കോ? 10 കൂടി മെഴുതിരി കത്തിക്കുന്നവൻ അവൻ്റെ വിശ്വാസത്തിലാണ് അത് കത്തിക്കുന്നത്. ഇത് കത്തിച്ചാൽ എൻ്റെ രോഗം മാറും, അല്ലെങ്കിൽ എൻ്റെ കടം മാറും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടും. കിട്ടുമോ? ഇവിടെയൊക്കെ തൂക്കപ്പാച്ചോറെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിൽ ആളെ ഒരു തട്ടയിൽ തൂക്കും, മറുതട്ടയിൽ ശർക്കര തൂക്കും, എന്നിട്ട് അതുകൊണ്ട് പാച്ചോറുണ്ടാക്കും, എന്നിട്ട് അത് ആളുകൾക്ക് കൊടുക്കും. അവൻ്റെ വിശ്വാസത്താലാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു പാച്ചോറ് നടത്തിയാൽ, എൻ്റെ ഒരു നേർച്ച നടത്തിയാൽ എനിക്ക് നീതീകരിക്കപ്പെടാൻ കഴിയും, എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. അതിനാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കോ? മിണ്ടുന്നില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെങ്കിൽ ഈ വിശ്വാസം നമ്മെ രക്ഷിക്കില്ല. ഇപ്പൊ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നതിനെ കുറിച്ചല്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് നിന്റെ വിശ്വാസം ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിലാണെങ്കിൽ, ഹല്ലേലൂയ, ആ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ആ ബോധ്യത്തിലേക്ക് വരാൻ ഇത്തിരി പ്രയാസമാണ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിലെ ആളുകളുടെ പരാജയം എന്ന് പറയുന്നത്, അവിടെ നിന്ന് നമ്മൾ ആത്മീയ ഗോളത്തിലേക്ക് നോക്കിയാൽ ആളുകൾക്ക് ഈ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലല്ല വിശ്വാസം. ഇന്ന് എന്തൊക്കെയോ ചെയ്യുന്ന പാസ്റ്ററിലാണ് വിശ്വാസം. പാസ്റ്റർ എന്തെങ്കിലുമൊക്കെ പറയുന്നതിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിലും അങ്ങനെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടനങ്ങളിലാണ് ആളുകൾക്ക് പലപ്പോഴും വിശ്വാസം ഇരിക്കുന്നത്. നയമാൻ എലീശയുടെ അടുക്ക ചെന്നപ്പോൾ
തലേ കൈവച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കുഷ്ഠം മാറ്റി വിടും എന്ന് പ്രതീക്ഷിച്ചാണ് ചെന്നത്. പുള്ളിയുടെ വിശ്വാസം ഇരുന്നത് പാസ്റ്റർ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് കുഷ്ഠം മാറ്റുന്നതിലാണ്. പക്ഷെ പ്രവാചകന്റെ വിശ്വാസം ഇരുന്നത് പ്രവാചകന്റെ പ്രകടനത്തിലായിരുന്നില്ല, മറിച്ച് പ്രവാചകനെ അയച്ച പ്രവാചകൻ പ്രസംഗിക്കുന്ന ദൈവത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും വിശ്വസിക്കുന്നതിലല്ല. ക്രൂശിൽ എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കതിനൊരു ഒരു ഒരു ഉറപ്പ് വേണം. ആദ്യം ഇത് നമ്മൾ കേൾക്കുക ചെയ്യുന്നത്. കേൾക്കുന്ന ഈ കാര്യത്തിൽ നമുക്കൊരു അകക്കണ്ണ് കൊണ്ട് നമ്മൾ കാണുകയാണ്. ആ കാണുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഉറപ്പ് വേണം. എങ്ങനെ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തി തരാമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ വളരെ വേഗത്തിൽ അത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഇപ്പം നമ്മൾ ഊഞ്ഞാലാടാൻ ആഗ്രഹിച്ചു. ഒരു ഊഞ്ഞാൽ നമ്മുടെ കാർപോർച്ചിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ കെട്ടിയിട്ടിട്ട് കുറേ നാളായി. എലി മുകളിൽ കുറച്ച് നറക്കിയിട്ടുണ്ട്, കുറച്ച് കയറ് ദ്രവിച്ചും പോയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? നിങ്ങൾ അങ്ങനെ ഒരു ഊഞ്ഞാലയിൽ കയറുമോ ആടുമോ? കയറില്ല, ആടുമില്ല. എന്താ കാരണം? കാരണം അത് കയറിയാൽ പൊട്ടി നിലത്തു ചാടി നമ്മൾ പെട്ടിയിലാകുമെന്ന ഒരു ഉറപ്പ് നമുക്ക് വന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെങ്കിൽ, നിന്റെ വിശ്വാസമാണ് രക്ഷിക്കുന്നതെങ്കിൽ, നിന്റെ വിശ്വാസത്താൽ അതേ കയറാൻ പാടില്ലേ? നിന്റെ വിശ്വാസമാണ് രക്ഷിക്കുന്നതെങ്കിൽ അതേ കയറുകയും ചെയ്യാം, ആടുകയും ചെയ്യാം. പക്ഷെ പെട്ടിയിലാകുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് അത് രക്ഷിക്കില്ല. മറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം, ഇതേൽ എനിക്ക് കയറാൻ കൊള്ളാം. അത് മറിച്ചൊരു നല്ല റോപ്പിനാണ് അത് കെട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഭയമില്ല, നമുക്കൊരു ഉറപ്പ് വരികയാണ്, ഇതൊരിക്കലും പൊട്ടിച്ചാടില്ല. അപ്പോഴാണ് നമുക്കത് കയറാൻ കഴിയുന്നതും ആടാൻ കഴിയുന്നതും സന്തോഷിക്കാൻ കഴിയുന്നതും. ഞാൻ പറഞ്ഞൊരു ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിലുള്ള വിശ്വാസമല്ല, മറിച്ച് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരിയോടുള്ള ബന്ധത്തിലാണ് ആ തിരുവെഴുത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവളൊരു കാര്യം കേട്ടു, യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലെങ്കിലും തൊട്ടാൽ അവനിൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലെങ്കിലും തൊട്ടാൽ, അവനെ തൊടേണ്ട, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ആ ശക്തിയുണ്ട്. അതിലൊന്ന് തൊടാൻ കഴിഞ്ഞാൽ ആ ശക്തി എന്നിലേക്ക് വ്യാപരിച്ചിട്ട് എനിക്ക് സൗഖ്യമാകാൻ കഴിയുമെന്ന ഒരു ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ആ ഉറപ്പ് അവളുടെ വിശ്വാസത്തിലുള്ള ഉറപ്പല്ല, മറിച്ച് യേശുവിൽ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഉറപ്പാണ് അവളെ യേശുവിൻ്റെ അരികിലേക്ക് നടത്തിയത്. ആ ഉറപ്പാണ് യേശുവിൻ്റെ വസ്ത്രത്തെ തൊടാൻ അവരെ ശക്തീകരിച്ചത്. തൊട്ട മാത്രയിൽ അവളിലേക്ക് ശക്തി വ്യാപരിച്ചു. താൻ ബാധ മാറി സ്വസ്ഥയായി എന്ന് ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. അപ്പോഴാണ് യേശു അവളെ നോക്കി വെച്ച് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ വിശ്വാസം അവളുടേതായ ഒന്നിലായിരുന്നില്ല, മറിച്ച് ഹല്ലേലൂയ അവൾക്ക് വേണ്ടി അവളുടെ പാപത്തെ പോക്കുവാൻ, അവളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ, അവളുടെ ശാപത്തെ നീക്കാൻ, ഹല്ലേലൂയ അവളുടെ പരാജയത്തിന്മേൽ അവളെ ജയാളിയാക്കി മാറ്റാൻ ഇറങ്ങി വന്ന ആ ക്രിസ്തുവിലുള്ള ശക്തിയിലുള്ള വിശ്വാസമായിരുന്നു അവൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ഉറപ്പാണ് നമുക്കുണ്ടാകണം. ഞാൻ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരട്ടെ. കർത്താവ് നിന്റെ വിശ്വാസം വലിയതെന്ന് പറഞ്ഞു. ആ വിശ്വാസം എന്തായിരുന്നു? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, മകൾക്ക് ഭൂതം ബാധിച്ച ഒരു സ്ത്രീ യേശുവിനെ കാണാൻ ചെല്ലുന്നു. സൗഖ്യമാണ് ലക്ഷ്യം. പ്രാരംഭത്തിൽ വായിച്ചാൽ നമുക്കറിയാം, അവൾ വലിയ വായിൽ നിലവിളിച്ചു. യേശു ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. 22 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെ 23 മുതൽ. യേശു ഒന്നും പറഞ്ഞില്ല. ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി അപേക്ഷിച്ചു. യേശു അപ്പോഴും അവളോട് സംസാരിക്കാൻ ഇടയായില്ല. എന്നാൽ അവൾ നിലവിളിച്ചിട്ടും കേട്ടില്ല. ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി യേശുവിനോട് അപേക്ഷിച്ചിട്ടും കേട്ടില്ല. തുടർന്ന് അവൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകളെ മടക്കി വെച്ച് പറഞ്ഞു, കർത്താവേ നീ എന്നെ സഹായിക്കണം. തുറന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടെയാണ് എൻ്റെ സന്ദേശം ഇരിക്കുന്നത്. തുടർന്നുള്ള വാക്കുകൾ യേശു അവളെ നോക്കി വെച്ച് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അവളുടെ മറുപടി ഇങ്ങനെയാണ്, അതേ കർത്താവേ,
നായ്ക്കളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഈ വാക്കാണ് യേശു പറഞ്ഞത്. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താണ് ആ വാക്യത്തിൻ്റെ മർമ്മം? അവൾ പറഞ്ഞു, നായ്ക്കളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കിൽ നിന്ന് ജീവിക്കുന്നുണ്ടല്ലോ. അവൾ ഒരു കാര്യം സമ്മതിച്ചു, ഞാനൊരു നായ്ക്ക് തുല്യമായ ജീവിതം നയിക്കുന്നവളാണ്. എന്നിൽ പാപമുണ്ട്, എന്നിൽ ശാപമുണ്ട്, എന്നിൽ രോഗമുണ്ട്, എന്നിൽ പരാജയമുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും പരാജയപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിലും നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് തിന്നാൽ എനിക്ക് ജീവിക്കാൻ കഴിയും. അവൾ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കെന്ന് പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ നുറുക്കെന്ന് അവൾ സൂചിപ്പിച്ചത് കേവലം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള അപ്പത്തിൻ്റെ താഴേക്ക് പോകുന്ന അംശത്തെക്കുറിച്ചല്ല, മറിച്ച് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചത് യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അവൾ ഉറക്കെ പറഞ്ഞു, കർത്താവേ, നിന്റെ കാൽവരി ക്രൂശിൽ നുറുക്കപ്പെട്ട ആ ശരീരത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ അടുത്ത നിമിഷം എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. അടുത്ത നിമിഷം എനിക്ക് ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയും. അടുത്ത നിമിഷം എനിക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയും. അടുത്ത നിമിഷം എൻ്റെ തകർച്ചയിൽ നിന്ന് എനിക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയും. അടുത്ത നിമിഷം പരാജയപ്പെട്ട ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയ എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ് അവൾ നടത്തിയത്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് തിന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് ക്രിസ്തുവിൽ ഈ ഉറപ്പുണ്ട്? ഇതൊരു ചെറിയ കാര്യമല്ല. സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്ന അതാണ്. ഇപ്പം ഇവിടെ മേശപ്പുറത്ത് നമ്മുടെ മുമ്പിൽ ഒരു മേശയുണ്ട്. മേശപ്പുറത്തൊരു തണ്ണിമത്തങ്ങ ഇരുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വിശപ്പ് മാറുമോ, ദാഹം മാറുമോ? വിശപ്പ് മാറൂല, ദാഹം മാറൂല, കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ആ തണ്ണിമത്തങ്ങ നുറുക്കപ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, ആ തണ്ണിമത്തങ്ങ നുറുക്കപ്പെട്ടാൽ, അത് നുറുക്കപ്പെടുമ്പോൾ അത് കഷണമാക്കി കിട്ടിയാൽ അത് നമുക്ക് തിന്നാൻ കഴിയും. അത് നമ്മുടെ വിശപ്പ് മാറ്റും, അത് നമ്മുടെ ദാഹം മാറ്റും, അത് നമുക്ക് ആരോഗ്യം നൽകും, അത് നമ്മെ ഊർജമുള്ളവനായി, ആരോഗ്യമുള്ളവനായി, ജീവനുള്ളവനായി മാറ്റാനിടയാകും. ഇതാണ് ഇവളുടെ പ്രഖ്യാപനം. കർത്താവേ, ക്രൂശിൽ നുറുക്കപ്പെട്ട നിന്റെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ അടുത്ത നിമിഷം എനിക്കും എൻ്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കാൻ കഴിയും. ആ വിശ്വാസത്തിൻ്റെ വാക്ക് അവളുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. താഴെ നമ്മൾ വായിക്കുന്നത്, ആ നാഴികയിൽ തന്നെ വീട്ടിലിരുന്ന മകൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ ക്രിസ്തുവിൽ ഇന്ന് രാത്രി പൂർണ്ണമായിട്ടൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ക്രിസ്തുവിൽ എനിക്ക് പാപമോചനമുണ്ട്, ആ ക്രിസ്തുവിൽ എനിക്ക് ശാപമോചനമുണ്ട്, ആ ക്രിസ്തുവിൽ എൻ്റെ രോഗത്തിന് സൗഖ്യമുണ്ട്, ആ ക്രിസ്തുവിൽ എനിക്ക് സമ്പന്നതയുണ്ട് എന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, ആ രക്തസ്രാവക്കാരിയെ പോലെ ഒന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, ഈ കനാന്യ സ്ത്രീയെ പോലെ നിങ്ങൾക്കൊന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇതിനൊരു പണം മുടക്കുമില്ല, വിശ്വസിച്ചാൽ മതി. അവിടെയാണ് നമ്മെ ജയാളിയാക്കി മാറ്റുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളെ പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല. അതിനു മുമ്പ് കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് നടന്നതുകൊണ്ട് കാറുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ആളുകൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട്, എല്ലാ ബിസിനസ്സും നിർത്തിയിട്ട് ഫുൾ ടൈം ശുശ്രൂഷകനായപ്പോൾ പെട്രോൾ അടിക്കാൻ 50 രൂപ പോലും എടുക്കാനില്ലാത്ത സാഹചര്യത്തിലായി. പക്ഷേ ഇതൊരാളോട് പറഞ്ഞാൽ ഞാൻ നുണ പറയണമെന്ന് പറയും. ഞാൻ പറഞ്ഞത് അത്ര വലിയ പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്നെനിക്ക് ഇത്രയും വെളിപ്പാട് ഈ വിഷയത്തിലില്ല. പക്ഷെ പിന്നീട് തിരുവെഴുത്ത് ഓരോ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്തപ്പോഴാണ് ഈ വെളിപ്പാട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയത്. ഞാൻ അതുകൊണ്ട് അനുഭവത്തിൽ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്ന് പറയുകയാണ്.
ഈ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ ക്രിസ്തുവിൽ, ഹല്ലേലൂയ, അവൻ്റെ ക്രൂശിലെ യാഗത്തിൽ എനിക്ക് പാപമോചനമുണ്ട്, എനിക്ക് രോഗസൗഖ്യമുണ്ട്, എനിക്ക് ശാപമോചനമുണ്ട്, എനിക്ക് സമ്പന്നതയുണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിന്റെ രോഗം ഇന്ന് അഴിഞ്ഞു പോകുന്ന ദിവസമാണ്, നിന്റെ ദാരിദ്ര്യം ഇന്ന് മാറുന്ന ദിവസമാണ്, നിന്റെ ശാപം ഇന്ന് മാറുന്ന ദിവസമാണ്, നിന്റെ എത്ര വലിയ പാപവും ഇന്ന് കഴുകി ശുദ്ധീകരിക്കുന്ന ദിവസമാണ്. ആ ക്രൂശാണ് നമ്മുടെ മേൽ അനുഗ്രഹത്തെ പകരുന്നത്. അവിടെ നമുക്കുള്ള ഉറപ്പെന്ന് പറയുന്നത് എന്താ? ഈ ശരിക്കും ക്രൂശിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് യാക്കോബ സഭയിൽ വലിയ മീറ്റിംഗ് നടത്തുമ്പോൾ എൻ്റെ വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ പാസ്റ്റർമാർ വന്ന് കയറും. കാരണം 450 പേര് പെരുമ്പാവൂർ കൂടുന്ന ഒരു മീറ്റിംഗ്, കോതമംഗലത്ത് 250 പേര്, അങ്കമാലിൽ ഒരു 250 പേര്, ഇത്രയും വലിയ മീറ്റിംഗ് നടത്തുന്നത്, നന്നായിട്ട് ശക്തമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അവനെ മുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഈ വരുന്നവരോടൊക്കെ ഞാൻ പല പാസ്റ്റർമാരോടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് സ്നാനപ്പെടണം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് കൽപ്പനയാണ്, കൽപ്പന അനുസരിക്കണം. ബൈബിളിൽ എന്തോരം കൽപ്പനയുണ്ട്, ഇത് മുഴുവൻ പാസ്റ്റർ അനുസരിച്ചിട്ടുണ്ടോ? അതിനുത്തരവില്ല. ഒന്നുകൂടെ ചോദിക്കും, എന്തുകൊണ്ട്? ഒരാൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? എന്തുകൊണ്ട് സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ, എന്ത് പറയണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനൊരു കൃത്യതയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്? കൃപയാൽ വിശ്വാസം വഴിയാണ് രക്ഷ. അപ്പം അതുകൊണ്ട് സ്നാനം ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതില്ലേലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു. കർത്താവിലുള്ള വിശ്വാസത്താലാണ് രക്ഷയെന്ന് പറയുമ്പോൾ അതിൽ അറിയേണ്ട 2 കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ട 2 കാര്യങ്ങൾ. യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അറിയേണ്ട 2 കാര്യം, ഒന്ന്, ഞാൻ ആദാമിൽ നിന്ന് പിറന്നതുകൊണ്ട് ഞാൻ പാപിയും പാപത്താൽ മരിച്ചവനുമാണെന്ന സത്യം അറിയണം. ഒരാളോട് നിങ്ങൾ നാളെയാണെങ്കിലും ഫീൽഡിൽ പോയി സുവിശേഷം അറിയിച്ചാൽ ആ ആളെ ഒന്നാമത് ബോധ്യപ്പെടുത്തേണ്ട കാര്യം നീ പാപിയാണെന്നും ആ പാപത്തിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് മരണം അഥവാ നിത്യമായ നരകമാണെന്ന കാര്യം അവനെ കൃത്യതയോടെ ഒന്നാമത് ബോധ്യപ്പെടുത്താൻ കഴിയണം. അപ്പോഴാണ് അവൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരുന്നത്, എനിക്കെങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും? എനിക്കെങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും? അവന് രക്ഷയ്ക്കുള്ള വഴി രണ്ടാമത് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പാപിയായത്? നമ്മൾ സാധാരണ പറയും ആദാമിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ്. ആദാമിൽ നിന്ന് ജനിച്ചതുകൊണ്ടല്ല. കുറച്ചും കൂടെ നമ്മൾ അതിലേക്ക് ആഴമായി ഇറങ്ങിയാൽ, ആദാം പാപം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ആദാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ആദാം പാപം ചെയ്തപ്പോൾ ഞാനും നിങ്ങളും പാപം ചെയ്തത് കൊണ്ടാണ് നാം പാപിയായി പിറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആദാം പാപം ചെയ്തപ്പോൾ ഞാനും നിങ്ങളും ആദാമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദാം പാപം ചെയ്തപ്പോൾ ആ കൂടെ ഞാനും പാപം ചെയ്തു. അങ്ങനെയാണ് ഞാൻ പാപിയായത്, അങ്ങനെയാണ് ഞാൻ പാപത്തിൽ പിറന്നത്. ദൈവത്തിന് സ്തോത്രം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്ന് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇങ്ങനെ പാപിയായി മരണയോഗ്യനായി നരകയോഗ്യനായി പിറന്ന നമ്മെ രക്ഷിക്കാൻ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് അങ്ങനെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടാമത് നാം ഉറപ്പിക്കേണ്ട കാര്യം, ആ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ഞാനും ആ ക്രൂശിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്, ആ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ഞാൻ ആ യേശുവിനോടൊപ്പം ക്രൂശിലുണ്ടായിരുന്നു. ആ യേശു അടക്കപ്പെടുമ്പോൾ ഞാൻ ആ യേശുവിനോട് ഒരുമിച്ച് അടക്കപ്പെട്ടു. ആ യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി മാറിയത്. അപ്പോഴാണ് ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറിയത്. ദൈവത്തിന് സ്തോത്രം. ആ മരണവും അടക്കവും ഉയർപ്പും ആ യേശുവിനോട് ഒരുമിച്ച് മരിച്ച്, യേശുവിനോട് ഒരുമിച്ച് അടക്കപ്പെട്ട്, യേശുവിനോട് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ അവൻ മരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, അടക്കപ്പെട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഉയർത്തെഴുന്നേറ്റപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു എന്ന ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തെ
ഏറ്റെടുക്കുന്നതാണ് സ്നാനം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം കൊടുത്തു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തെന്നല്ല എഴുതിയേക്കുന്നത്, മറിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തെന്ന്. എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, അവനെ സ്വീകരിക്കാൻ കഴിയണം, അവനെ കൈക്കൊള്ളാൻ കഴിയണം, അവനെ ഏറ്റെടുക്കാൻ കഴിയണം. അപ്പോഴാണ് ഒരുവൻ ദൈവത്തിൻ്റെ പുത്രനായി മാറുന്നത്. ഈ ക്രൂശിൽ ഈ ഉറപ്പുള്ളവൻ, ഈ മർമ്മം വെളിപ്പെട്ടവൻ, ഈ നുറുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ അടുത്ത നിമിഷം എനിക്കൊരു ജയാളിയാകാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവൻ, അവൻ വീട്ടിൽ പോലും പോകില്ല, അതിനു മുമ്പ് കുളത്തിലിറങ്ങും. അതുകൊണ്ടാണ് ഷണ്ണൻ ദേ വെള്ളം, ഇനി എന്ത് തടസ്സമെന്ന് ചോദിച്ചത്. ഈ ഉറപ്പിനെ ഒരുവൻ സ്വീകരിക്കുന്നതാണ് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ദാഹമുണ്ട്, വായിൽ വെള്ളമില്ല, എനിക്കൊരു ഉറപ്പുണ്ട്, വെറും വിശ്വാസമല്ല, ഉറപ്പ്. ഈ വെള്ളം കുടിച്ചാൽ ഇനിയിപ്പം ഞാൻ ഇത് കുടിച്ചില്ലെങ്കിലോ? വിശ്വസിച്ച് ദാഹം മാറിയവരാരെങ്കിലും ഉണ്ടോ അവിടെ? ഇനി കുടിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് ഈ വെള്ളം കൈക്കൊണ്ടത്, ഇപ്പോഴാണ് ദാഹം മാറിയത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടത്, യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. പല ആൾക്കാരുടെയും പ്രശ്നം, അല്ലെങ്കിൽ പല ആൾക്കാരുടെയും പരാജയത്തിൻ്റെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും ആ കൂടെ, അല്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവിടെ തീർന്നു. ഈ മരിച്ചെന്ന് വിശ്വസിച്ചിട്ട് കയ്യിലിരിപ്പ് മുഴുവൻ, ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ക്രൂശിൽ മരിച്ചെന്ന് വിശ്വസിച്ചു, എന്നിട്ട് എന്ത്? അടക്കിയിട്ടുമില്ല, ഉയർത്തിട്ടുമില്ല. ഇത് ഈ വിശ്വാസം മാത്രമേ ഉള്ളൂ, അടക്കോ ഉയർപ്പും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മാറ്റം വരാത്തത്. മരിച്ച ക്രിസ്തുവിലല്ല നാം വിശ്വസിക്കുന്നത്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ക്രിസ്തുവിലാണ്. മരിച്ച ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ ഭിത്തിയെ കയറ്റി ലൈറ്റ് വിട്ട് അങ്ങനെ കൊന്നു വെച്ചേക്കുന്ന ആ വിശ്വാസമല്ല നമ്മുടെ, മറിച്ച് അവൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പൊ ആ ക്രൂശിൽ ഞാൻ ഉണ്ടായിരുന്നു അവനോടൊരുമിച്ച്. എന്നിലെ പഴയ മനുഷ്യൻ, എന്നിലെ മദ്യപാനി, എന്നിലെ ലഹരിക്കാരൻ, എന്നിലെ കടഭാരമുള്ളവൻ, എന്നിലെ ശപിക്കപ്പെട്ടവൻ, എന്നിലെ പാപി, അവനോടൊരുമിച്ച് മരിച്ചു. ആ പാപിയെയും ആ ശപിക്കപ്പെട്ടവനെയും ആ ദരിദ്രനെയും ആ കടക്കാരനെയും അവനോടുകൂടെ ഞാൻ അടക്കി. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പുതിയൊരുവനായിട്ട് എഴുന്നേറ്റു. അത് നീതീകരിക്കപ്പെട്ടവനായി എഴുന്നേറ്റു, ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവനായി എഴുന്നേറ്റു, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനായി എഴുന്നേറ്റു, ഞാൻ സമ്പന്നതയിൽ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ വിശ്വാസം ഇന്ന് രാത്രി, ഈ ഉറപ്പ് ക്രിസ്തുവിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ച് പറയാ, ഇന്നിവിടെ എഴുന്നേറ്റ് നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കരുത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാ. നമ്മളിങ്ങനെ നമ്മുടെ കടത്തിൻ്റെ വലിപ്പവും നമ്മുടെ രോഗത്തിൻ്റെ വലിപ്പവും നമ്മുടെ പണ്ടത്തെ ശാപത്തിൻ്റെ വലിപ്പമൊക്കെ നോക്കിച്ച് ഇതിൽ നിന്ന് ഇനി എങ്ങനെ മോചനമെന്ന് നിങ്ങൾ ആലോചിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വഴിയും നിങ്ങൾ തീരുമാനിക്കരുത്. നിങ്ങളൊരു പക്ഷേ അല്പം പണത്തിൻ്റെ ആവശ്യമുണ്ടല്ലെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ ഒരുപക്ഷെ അയൽവക്കത്തെ ധനാട്ടിനെ ആയിരിക്കും നിങ്ങൾ ആശ്രയിക്കുന്നത്, നിങ്ങൾ ഭാവനയെ കാണുന്നത്. ഒരുപക്ഷെ സഭയിലെ പാസ്റ്ററെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ സഭയിൽ പൈസയുള്ള ഏതെങ്കിലും അച്ചായനെ ആയിരിക്കും നിങ്ങൾ മനസ്സിൽ കാണുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ സഭയിലെ പാസ്റ്ററെ ആയിരിക്കില്ല, സഭയിലെ കാശുള്ള അച്ചായനെ ആയിരിക്കില്ല, അയൽവക്കത്തെ മുതലാളി ആയിരിക്കില്ല കാണുന്നത്. ഒരുപക്ഷെ സ്വർഗത്തിലെ ദൈവം കാണുന്നത് അയൽവക്കത്തെ മുതലാളിയുടെ വീട്ടിലെ പൂന്തോട്ടം വെട്ടുന്നവനിലൂടെ ആയിരിക്കാം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, വഴി നമ്മൾ തീരുമാനിക്കരുത്, മറിച്ച് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, ഹല്ലേലൂയ, അവനോടുകൂടെ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ എന്നെ ജയാളിയാക്കി മാറ്റുമെന്ന് ഉറപ്പിച്ചെങ്കിൽ വരുന്ന വഴി തീരുമാനിക്കുന്നവൻ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമുക്ക് ജയവിരിക്കുന്നത്. നമ്മുടെ വിശ്വാസമല്ല നമ്മളെ രക്ഷിക്കുന്നത്, മറിച്ച് നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസമാണ്. ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരട്ടെ. ഇവിടെ ഈ സ്ത്രീ ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കർത്താവിൽ നടത്തുകയാണ്. കർത്താവേ, മേശയിൽ നിന്ന് വീഴുന്ന
അപ്പനുറുക്ക് തിന്നാൽ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, നമ്മൾ ഞായറാഴ്ചകളിൽ വെക്കുന്ന ആ മേശ, ഹല്ലേലൂയ, ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കെന്ന് പറയുന്നത് കേവലം ഗോതമ്പിൻ്റെ കഷ്ണമല്ല, മറിച്ച് കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നുറുക്കപ്പെട്ടതായിരിക്കുന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന ഉറപ്പ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ ജയാളിയായി മാറിയെന്ന ഉറപ്പ്, ആ ഉറപ്പ് ക്രിസ്തുവിൽ ഉണ്ടാകുമ്പോഴാണ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന് യേശു പറയുന്നത്. ഹല്ലേലൂയ. അവളോട് യേശു പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവിടെ വിഷയത്തിന്മേൽ ജയം കാണാനിടയായി. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നാം അനുഗ്രഹിക്കപ്പെടുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും നാം നുറുക്കുന്ന അപ്പം അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും അല്ലയോ. വളരെ കൃത്യതയോടെയാണ് തിരുവെഴുത്ത് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പല സഭയിലും മാസത്തിലൊരിക്കൽ മേശ പോലും ഉള്ളത്. എനിക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ്. നാം അനുഗ്രഹിക്കപ്പെടുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും നാം നുറുക്കുന്ന അപ്പാവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ആണെങ്കിൽ, കർത്തൃ ദിവസത്തിൽ നാം കൂടി വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശുശ്രൂഷ ആ മേശയാണ്. ആ മേശ വിശ്വാസത്തോടെ അനുഭവിക്കുന്നതിന് വേണ്ടി, ആ മേശ വിശ്വാസത്തോടും യോഗ്യതയോടും കൂടി അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ബാക്കിയുള്ള ശുശ്രൂഷ. എത്ര പേർക്ക് അതറിയാം? എനിക്കറിയില്ല. എന്നെ ഒരു സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ, ഇവിടെ തന്നെ ഒരു സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് കർത്തൃമേശ ഉണ്ടോന്നാണ്. പുള്ളി പറഞ്ഞു, കർത്തൃമേശ ഇല്ല പാസ്റ്ററെ, കാൽ കഴുകൽ ശുശ്രൂഷയൊക്കെ നടത്തിയിട്ട് മാസത്തിലൊരിക്കലുള്ളൂ എന്ന് പറഞ്ഞു. പ്രസംഗിക്കാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം ഞാൻ പറഞ്ഞു. ഞാൻ വരില്ലെന്ന് പറഞ്ഞു. മേശയില്ലാത്ത ആരാധനയിൽ ഞാനില്ലെന്ന് പറഞ്ഞു. ഇവിടെ തിരുവെഴുത്ത് വളരെ കൃത്യതയോടെ പറഞ്ഞിരിക്കും. നാം അനുഗ്രഹിക്കപ്പെടുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ, നാം നുറുക്കുന്ന അപ്പം അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ. ഈ മേശ യോഗ്യതയോടെ അനുഭവിച്ചൊരുത്തൻ മടങ്ങുമ്പോൾ അവൻ അറിയാത്ത വഴികളിലൂടെ സ്വർഗം അവനെ അനുഗ്രഹിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വാസത്താൽ അനുഭവിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് അനുഗ്രഹം വരുന്നത്, എനിക്ക് എവിടെ നിന്ന് സൗഖ്യം വരുന്നത്, ഈ രോഗത്തിന് മാറ്റം ഉണ്ടാവും, ഏത് ആശുപത്രിയിലാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് ആശുപത്രിയുടെ വരുന്നതെന്നും നീ ചിന്തിക്കണ്ട. നിനക്ക് കടവുള്ളത് ഏത് വഴിക്കാ തീർക്കുന്നതെന്ന് ചിന്തിക്കണ്ട. യോഗ്യതയോടെ യേശുവിൻ്റെ ക്രൂശിലെ ആ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഈ കനാന്യ സ്ത്രീ പ്രഖ്യാപിച്ചതുപോലെ ഒരു വിശ്വാസം പ്രഖ്യാപിച്ച് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മേശയിൽ യോഗ്യതയോടെ പങ്കാളിയായി മടങ്ങുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ആ യോഗ്യതയോടെ മടങ്ങുമ്പോൾ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ അറിയാത്ത വഴികളിലൂടെ അനുഗ്രഹത്തെ പകരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. എത്ര പേർക്ക് ഇത് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം 36 മുതൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് പ്രസംഗിച്ചു. പ്രസംഗം കേട്ട് പാപിയായിരുന്ന മനുഷ്യർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപമോചിതരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്ന് പറയുന്നു. 3000 പേര് ഈ കർത്താവിൻ്റെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച ക്രിസ്തുവിൽ വിശ്വസിച്ച് 3000 പേര് സ്നാനമേറ്റു. അവരെ കർത്താവ് സഭയോട് ചേർത്തു. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അവരപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ ക്രമം അതാണ്. പ്രൈസ് ദി ലോർഡ്. സൺഡേ ആരാധനയുടെ ക്രമം അതാണ്. ആദ്യം അപ്പോസ്തലന്മാരുടെ ഉപദേശം. എന്തിനാണ്? തിരുവെഴുത്ത് കേൾക്കുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. തിരുവെഴുത്ത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവ് അപ്പോഴാണ് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നത്. ആ കുറവുകൾ വെളിപ്പെട്ടാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് കൂട്ടായ്മ ആചരിക്കുക. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ല. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സ്തോത്രം പറയുന്ന കാര്യമല്ല അവിടെ എഴുതിയേക്കുന്നത്. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ
പരസ്പരം നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ പലപ്പോഴും ഏഷണി പറയുന്നവരാണ്. അങ്ങനെ ഏഷണി പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും നമ്മുടെ ജീവിതത്തിൽ വന്ന പാപം അത് പരസ്പരം പങ്കുവെച്ച് ഏറ്റുപറഞ്ഞ് അങ്ങനെ നമ്മൾ നിരപ്പ് പ്രാപിക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ നടക്കണം. അങ്ങനെ നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അപ്പം നുറുക്കേണ്ടത്. ഹല്ലേലൂയ. ഈ അപ്പം അങ്ങനെ നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം നുറുക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞങ്ങൾ ഒരു ശരീരമാണ്, ക്രിസ്തുവിൽ ഞങ്ങൾ ഒരു ദേഹമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു മനസ്സും ഒരു ഹൃദയവുമായതിനു ശേഷമാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് അങ്ങനെ എഴുതിയത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ജീവിതത്തിലെ പാപങ്ങൾ പരസ്പരം ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ഈ ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ദൈവത്തോട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചലിക്കും. ഹല്ലേലൂയ. സ്വർഗം അടുത്ത നിമിഷം നമ്മുടെ വിഷയങ്ങളിൽ മേൽ ഇടപെടാനിടയിൽ തരും. എന്തുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥന കേൾക്കാത്തത്? ഇന്ന് വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ മേശയുടെ അനുഭവമില്ല. അഥവാ അനുഭവിച്ചാൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ആദ്യം പറയുന്ന കാര്യം ഇന്നത്തെ പ്രസംഗം എന്നെ കുത്തിയതാന്നാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് വേറെ എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടി. അല്ലെങ്കിൽ നമ്മൾ ഇവനൊക്കെ എന്തിനാ വന്നത് വെറുതെ എന്ന് ചോദിച്ചാൽ അടുത്തവൻ്റെ കുറ്റം നമ്മൾ പറയും. ഞാൻ പറഞ്ഞത് അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്നവനല്ല കർത്താവ്. ഒരു മനസ്സും ഒരു ഹൃദയവുമായി ഈ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗത്തിലെ ദൈവം ഉത്തരം നൽകും. എനിക്ക് തോന്നുന്നത് ആ വാക്യം യേശുവിന് തെറ്റിയില്ല. ഈ രണ്ടെന്ന് പറയാൻ കാരണം അതിൽ കൂടുതൽ നടക്കൂല എന്നറിയാം. 3 പേരുണ്ടെങ്കിൽ നടക്കുമോ? 2 തന്നെ നടക്കുന്നില്ല. പിന്നെ ഒരെണ്ണത്തിന് ഞങ്ങളുടെ കൂട്ടി എവിടെ ഇട്ട് നടക്കാനാണ്? അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേരെങ്കിലും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം സ്വർഗം തുറക്കാനിടയാകും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഈ ക്രൂശിലെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് മേശ. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് 23 മുതൽ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തി അതിനുശേഷം അവൻ പറഞ്ഞു, ഇത് ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഗ്യതയോടെ ഈ മേശ അനുഭവിക്കുന്നവൻ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. അത് മറിച്ച് മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അഥവാ ഈ മേശ അനുഭവിക്കുന്ന ഒരുവൻ അവന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അവൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ അസന്നിഗ്ധമായി നിങ്ങളോട് പറയട്ടെ, ഈ മേശ വിശ്വാസത്തോടെ അനുഭവിക്കാൻ കഴിയുമ്പോൾ, ഈ മേശ യോഗ്യതയോടെ അനുഭവിക്കാൻ കഴിയുമ്പോൾ, ഈ ക്രൂശിൽ ഉള്ള ക്രിസ്തുവില് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. അതുകൊണ്ട് പൗലോസ് വളരെ കൃത്യതയോടെ ഈ തമ്മിലടിച്ചും ഈ ഭിന്നിപ്പുണ്ടാക്കിയും ഈ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകളെ നോക്കി വെച്ച് പറഞ്ഞു, നിങ്ങളുടെ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പോകുന്നത് നാശത്തിലേക്കായിരിക്കും. എന്നാൽ എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. അതുകൊണ്ട് എനിക്കൊരേ ഒരു ആഗ്രഹം, ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം പൗലോസ് അങ്ങനെ പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ക്രൂശിലെ സന്ദേശമാണ്. ഹല്ലേലൂയ. ഈ ക്രൂശിലെ സന്ദേശത്തിൻ്റെ ശക്തി അവന് വെളിപ്പെട്ടിട്ടുണ്ട്. ആ ശക്തി അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. പൗലോസ് അവിടെ പറയുന്ന കാര്യം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്
ഞാൻ ഈ യേശുവിനെ നിങ്ങളോട് പ്രസംഗിക്കുന്നത്, ഞാൻ ഈ യേശുവിനെ നിങ്ങൾ അനുഭവമാക്കുവാനും ആസ്വദിക്കാനുമായി മാനുഷികമായ ശക്തിയിലല്ല, എൻ്റെ പ്രസംഗത്തിൻ്റെ വാക്ചാതുര്യത്തിലുമല്ല, എൻ്റെ കഴിവിലുമല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ ആശ്രയിക്കുന്നത്, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, വചനത്തിൻ്റെ ശക്തിയാണ് പൗലോസ് വെളിപ്പെട്ട് കണ്ടിട്ടുള്ളത്. വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് അവൻ പ്രകടനങ്ങളിൽ വിശ്വസിക്കുന്നവനല്ല. ഇന്ന് നമ്മൾ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ആത്മീയ ഗോളം നശിച്ചു പോകാനുള്ള കാരണം ഇൻഡിപെൻഡൻറ്റ് സഭകൾ വന്നതോടുകൂടി പ്രകടനങ്ങളിലേക്ക് മാറി. ഇവർ പ്രകടനങ്ങളിലേക്ക് മാറി. ഇപ്പോൾ പാരമ്പര്യക്കാർക്ക് പ്രകടനങ്ങളിലേക്ക് മാറാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അപ്പോൾ അവരും കുറേ പ്രകടനം ഏറ്റെടുത്തു. ഇന്നിപ്പോൾ പ്രകടനത്തിലൂടെ എങ്ങനെയെങ്കിലും ആളുകളെ ശരിയാക്കാമെന്നാണ്, എങ്ങനെയെങ്കിലും അത്ഭുതം നടത്താമെന്നാണ്. പൗലോസ് പറഞ്ഞത് അങ്ങനെയല്ല. പൗലോസ് പറഞ്ഞത് സുവിശേഷത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വചനം, കർത്താവ് പറഞ്ഞത് ഈ വചനം ജീവനുമാണ്, ഈ വചനം ആത്മാവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ശക്തമായി പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവൻ്റെ രോഗം സൗഖ്യമാകും, വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവൻ്റെ പാപം മോചിക്കപ്പെടും, വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവൻ്റെ ശാപം നീങ്ങും, വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവൻ ദരിദ്രൻ സമ്പന്നനായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ ക്രൂശിലെ യാഗത്തിൽ അല്ലെങ്കിൽ യേശു കർത്താവാകുന്ന സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് പ്രകടനത്തിലല്ല, അത് വാക്ചാതുര്യത്തിലല്ല, അത് ക്രൂശിലുള്ള വിശ്വാസത്താലാണ്. എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്, ആത്മാവ് അറിയുന്നത്? മയക്കെടുക്കുന്ന വഴി അന്യഭാഷ പറയുന്നതിലാണ്. അല്ലെങ്കിൽ അരമണിക്കൂർ അന്യഭാഷ പറയുന്നവനാണ് ഏറ്റവും വലിയ അഭിഷേകമുള്ളവൻ. ആണോ? അന്യഭാഷ പറയേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നാളെ പാസ്റ്റർ ഇവിടെ ഒന്ന് വിപരീതം പ്രസംഗിച്ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ കാണിക്കുന്ന പ്രകടനത്തിലല്ല, ദൈവശക്തി വിശ്വാസത്താൽ അത് വ്യാപരിക്കട്ടെ. ദൈവശക്തി തിരുവഴുത്തിലൂടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ശക്തി വ്യാപരിച്ചത് തിരുവഴുത്തിലൂടെ. പത്രോസിന്റെ പ്രസംഗത്തിൽ ദൈവശക്തി വ്യാപരിച്ചത് പരിശുദ്ധാത്മാവിലാണ്. പത്രോസ് മുമ്പിൽ നിന്ന് ജനത്തെ നോക്കി പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവനായിരിക്കുന്ന ഈ യേശുവിനെ തന്നെ നിങ്ങൾക്ക് കർത്താവും രക്ഷകനുമാക്കി വച്ചിരിക്കുന്നു. ആ വാക്ക് കേട്ടപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയട്ടെ, അവിടെ അവർക്ക് തിരിച്ചറിയാവുന്ന ഭാഷയിൽ വളരെ കൃത്യതയോടെ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ നിങ്ങൾക്ക് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നെന്ന ആ വചനം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നു. അടുത്ത നിമിഷം അവർ ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? ഉടനെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അവർ മാനസാന്തരപ്പെട്ടു, അവർ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടു, അവരുടെ പാപത്തെ ഓർത്ത് അവർ കരയാനിടയായി, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവിടെ വ്യാപരിച്ച ശക്തി എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കണ്ട ശക്തി അത് തന്നെയാണ്. പൗലോസ് അനേകരുടെ മാനസാന്തരം കണ്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഒരുവന്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാമെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ പ്രസംഗം കേട്ട് വ്യക്തിപരമായി അവൻ എത്ര പേരെ വീണ്ടും ജനന അനുഭവത്തിൽ, എത്ര പേരെ രക്ഷയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്, അവിടെയാണ് അവനിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുടെ വലിപ്പം നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് ഭാഷമാരോട് നിങ്ങൾ വ്യക്തിപരമായിട്ട് സുവിശേഷം പറഞ്ഞ് എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും കാരണം അടുത്ത സഭയിൽ നിന്ന് ഇങ്ങോട്ട് ചാടിച്ചതേ ഇവിടെ ഉള്ളൂ. ഒരാളെപ്പോലും സുവിശേഷം പറഞ്ഞ് വീണ്ടും ജനന അനുഭവത്തിലൂടെ സ്വന്തം സഭയിൽ കൊണ്ടുവരാൻ കഴിയാത്ത പലരും, അങ്ങനെയുള്ള പലരുമാണിന്ന് പാസ്റ്റർ. അവരെല്ലാം, ഞാൻ കാടടച്ച് വെടിവെക്കുകയോ അല്ലെങ്കിൽ ആരെയും കുറ്റം പറയുമല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ആത്മശക്തി അറിയേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ആത്മശക്തി അനുഭവിക്കേണ്ടത് സുവിശേഷം പറയുമ്പോൾ വീണ്ടും ജനനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ പോയി ദൈവവചനം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ നിങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രസംഗിക്കുന്ന തിരുവഴുത്തിലൂടെ ദൈവശക്തി മറ്റൊരുവനിൽ പകരപ്പെടുന്നെങ്കിൽ, നിശ്ചയമായിട്ടും തിരുവഴുത്ത് നമ്മോട് പറയുന്നത് ആ വ്യക്തി വീണ്ടും ജനന അനുഭവത്തിൽ കടന്നു വരാനിടയാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. പൗലോസ് പറയുന്നത്, ഞാൻ ആശ്രയിക്കുന്നത്
ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എൻ്റെ വാക്സാമർത്ഥ്യത്തിലല്ല, എൻ്റെ പ്രകടനങ്ങളിലല്ല, മറിച്ച് ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാലാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു ആകുന്നു. ഹല്ലേലൂയ. അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. മരിച്ച ക്രിസ്തു അല്ല. പൗലോസ് പറഞ്ഞത് എൻ്റെ സുവിശേഷം ക്രൂശിൽ മരിച്ച ക്രിസ്തു എന്നല്ല, എൻ്റെ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതി ആയി ജനിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ് എൻ്റെ സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷത്തിൻ്റെ ശക്തി ഒരു ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പരസ്യോതി പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ സാധാരണ എൻ്റെ അനുഭവങ്ങൾ അധികം പറയാറ്. ഞാൻ പഠനം കഴിഞ്ഞ ഒരു സമയം, ഏകദേശം ഒരു 21 വയസ്സ് ഒക്കെ ഉള്ള സമയം ആയപ്പോഴേക്കും ഞാനൊരു നല്ല കുടിയനായി. എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്ന പൈസ മുഴുവൻ കുടിക്കും. ആദ്യം ഞായറാഴ്ചയായിരുന്നു, പിന്നെ അത് എല്ലാ ദിവസമായി. പിന്നെ ക്ലബ്ബിൽ ചീട്ടുകളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ വൈകുന്നേരം ആ ചീട്ടുകളിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ആണങ്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഷെയർ പിടിക്കുക എന്ന് പറയും. ഒരു കുപ്പി വരുന്നു, അത് ഷെയർ അടിക്കുന്നു. അപ്പോൾ ചില ദിവസം ഇച്ചിരി ഓവറായ പിന്നെ അന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല. 2 പോയി ദിനേശും 2 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കും. ആ സമയത്ത് ആകെ ഒരു ലുങ്കിയുള്ളൂ. അത് അലക്കിയിട്ടാൽ അത് ഉണങ്ങുന്നത് വരെ കുളിക്കും. വേറെ ഒന്നും മാറി കൊടുക്കാനില്ലാത്തതുകൊണ്ട്. പൈസ വരാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ആ സമയത്ത് അത്യാവശ്യം വയറിങ്ങിൻ്റെ പണി അതുപോലുള്ള പണിക്ക് പോകും. അപ്പോൾ അന്ന് കിട്ടുന്ന പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, അതിങ്ങനെ കമ്പനി കൂടി തീരും. അപ്പോൾ പിന്നെ തുണി മേടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ അതിൽ നിന്നൊരു മോചനം ഇല്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ എന്നേക്കാൾ 2 വയസ്സിന് മൊത്തം, എനിക്ക് 21 പുള്ളി 21 ഉള്ളൂ. കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ തിരുവഴുത്ത് അവിടെ കോളേജിലുണ്ടായിരുന്ന സുവിശേഷകർ അദ്ദേഹത്തെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം വന്ന് എന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിലാകുന്നത്? എനിക്ക് നിർത്തണമെന്നുണ്ട്. ഞാൻ ആണ്ട് പിറക്കുന്ന 1-ാം തീയതി ഒക്കെ നോക്കി നിർത്താൻ നോക്കും, നടക്കില്ല. മാസം 1-ാം തീയതി നോക്കി നിർത്താൻ നോക്കും, നടക്കില്ല. കാരണം അതൊരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും തുടങ്ങുമ്പോൾ ഈ 10 ദിവസത്തെയും കൂടെ അടുത്ത 10 ദിവസത്തിനുള്ളിൽ നമ്മൾ കുടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെ നിർത്താൻ പറ്റും? എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഗുളിക മേടിച്ച് കഴിച്ചാലും അല്ലെങ്കിൽ വെട്ടായിട്ട് വായലിട്ടൊക്കെ നോക്കുക, അതൊന്നും നടക്കത്തില്ല. ആ ചെറുപ്പക്കാരൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ചെയ്യണതിൻ്റെ കാരണം പാപമാണ്. പാപമാണെന്ന് ഒറ്റവാക്കി പറയാൻ നമുക്ക് കഴിയും, പക്ഷെ അത് വിശദീകരിക്കാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഏത് പാപവും നമ്മുടെ ജഡത്തിന് സുഖം നൽകുന്നതാണ്. നിങ്ങൾ ഈ ആകാശത്തിൻ്റെ കീഴിലുള്ള ഏത് പാപം എടുത്തു നോക്കും, അതെല്ലാം നമ്മുടെ ജഡത്തിന് സുഖം നൽകും. നമ്മൾ 2 പെഗടിച്ചാൽ അത് കുറച്ച് നേരത്തേക്ക് ജഡത്തിന് സുഖം നൽകും. ഒരു സിഗരറ്റ് വലിച്ചാൽ അത് ചില മിനിറ്റുകൾ ജഡത്തിന് സുഖം നൽകും. ഒരാൾ വ്യഭിചരിച്ചാൽ ചില മിനിറ്റുകൾ ജഡത്തിൽ സുഖം കിട്ടുന്നു. ഒരാൾ കൈക്കൂലി വാങ്ങിയാൽ ആ കൈക്കൂലി പണം ആസ്വദിക്കുമ്പോൾ അവൻ ജഡത്തിൽ സുഖം അനുഭവിക്കുന്നു. ഒരുത്തൻ ഒരു വർക്കിൽ അഴിമതി നടത്തിയാൽ ആ അഴിമതിയിലൂടെ പണം കിട്ടുന്നതുകൊണ്ട് അവൻ്റെ ജഡത്തിൽ സുഖം അനുഭവിക്കുന്നു. അങ്ങനെ ഈ ലോകത്തുള്ള ഏത് പാപവും മനുഷ്യൻ്റെ ജഡത്തിന് സുഖങ്ങൾ. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജഡത്തിന് സുഖം നൽകുന്ന ഏറ്റവും വലിയ പാപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സിമ്പിളായിട്ട് ഞാൻ പറയാം. 2 പേര് കൂടി 3-മതൊരുത്തിൻ്റെ കുറ്റം പറയുന്നതാണ്. അത്രയും ജഡത്തിന് സുഖം കിട്ടുന്ന വേറെ ഒരു പാപമില്ല. അതുകൊണ്ടാണ് തിരുവഴുത്ത് എഴുതി വച്ചേക്കുന്നത്, ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദുഭോജനം പോലെ അതൊരുവൻ്റെ വയറ്റിൻ്റെ അറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് എന്ന് പറഞ്ഞാൽ, അത്രയും സ്വാദിഷ്ടമായ ഈ ജഡത്തിൽ സുഖമനുഭവിക്കുന്ന മറ്റൊരു കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരാളെ, നിങ്ങൾക്കിഷ്ടമല്ലാത്ത ആളുകൾ പലരും കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരുവനെ കാണുകയും നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരുത്തനെ അവനോട് ഇഷ്ടക്കുറവുണ്ടെന്ന് അറിഞ്ഞാൽ ഏറ്റവും ആദ്യം അവനായിട്ടായിരിക്കും കമ്പനി. പിന്നെ നമ്മൾ അങ്ങ് തുടങ്ങുകയാണ് ഈ 2 പേരോടെ കൂടിയിട്ട് മറ്റവൻ്റെ കാര്യം. ഇന്നലെ വരെ ശത്രുവായിരുന്നു, ഫോൺ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ എടുക്കുകയില്ല. പക്ഷേ ഇന്ന് മുതൽ ദിവസം 2 മണിക്കൂർ ഫോൺ വിളിയായി. എന്താ കാരണം? നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുവൻ്റെ കുറ്റം പറയാൻ ഇവൻ കൂടുന്നത് കൊണ്ട് അവൻ്റെ വാക്ക് സ്വാദ് ഭോജനം പോലെ വയറ്റിൻ്റെ അറകളിലേക്ക് ഇറങ്ങുകയാണ്.
ഇത് അനുഭവിക്കുന്നവരൊന്ന് കൈവയ്ക്ക്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അറിയാലോ. എനിക്കറിയാം നിങ്ങൾ പലരും പൊക്കില്ലെന്ന്. ഇവിടെ നിന്ന് നുണ പറഞ്ഞ് പോയിട്ടും കാര്യമില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും ഇനി ഇവിടെ നിന്ന് നുണയും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം? ഇന്നെങ്കിലും ഒരു വിശുദ്ധനായിട്ട് ഇറങ്ങാൻ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പം അതേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ ഈ ജഡത്തിൽ സുഖം അനുഭവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ജഡമാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഒറ്റ വഴി ഇതിനുള്ളൂ. ഇതിന് മരുന്ന് കഴിച്ചിട്ടോ മന്ത്രം കൊണ്ടോ ഗുളിക കഴിച്ചോ മട്ടായി ഇതൊന്നും നടക്കില്ല. ഒറ്റ കാര്യം പുള്ളി എന്നോട് പറഞ്ഞു, പാപത്തെ ജയിച്ച ഒരുവൻ നിന്റെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അടുത്ത സെക്കൻഡിൽ നീ ജയാളിയാകും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ മർമ്മം മനസ്സിലായി. പാപത്തെ ജയിച്ചവൻ, ഇപ്പോൾ എന്നിൽ മദ്യം ജീവിക്കുന്നത് കൊണ്ട് അവൻ പറയുന്ന ഞാൻ കേൾക്കുന്നത്, ലഹരി ജീവിക്കുന്നതുകൊണ്ട് അവൻ പറയുന്ന ഞാൻ കേൾക്കുന്നത്, അങ്ങനെ ഏഷണി എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതാണ് എനിക്കിഷ്ടം. എന്നാൽ അതിൻ്റെ മേൽ ജയാളിയായി തീർന്ന ഒരുവൻ എന്നിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അടുത്ത നിമിഷം ഈ ജഡം സുഖമനുഭവിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളുടെ മേൽ എനിക്ക് ജയാളിയായി തീരാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ആ യേശുവിനെ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ എൻ്റെ ജീവിതത്തിലോട്ട് സ്വീകരിച്ചു. കർത്താവേ, നീ എൻ്റെ ഉള്ളത്തിൽ വസിക്കണം, നീ എന്നിൽ ജീവിക്കണം. ഞാൻ നിങ്ങളുടെ ഇതിനൊരു പണം മുടക്കില്ല. ഇത് നമുക്ക് വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, ഒരു കൊതിയോടെ അവനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സോടെ ഒന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കും. ഞാൻ പറയട്ടെ, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് വിളിച്ചോണ്ട് പോയിട്ട് റോഡിൻ്റെ അരികിലിരുന്നാണ് എന്നോട് പറയുന്നത്. ആ റോഡിൻ്റെ അരികിലിരുന്ന് യേശുവിനെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനിടയായി. ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം അന്നുണ്ടായിരുന്ന സിഗരറ്റൊക്കെ ഒടിച്ചു കളഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഹല്ലേലൂയ, എനിക്ക് ആ സെക്കൻഡ് മുതൽ ഹല്ലേലൂയ യേശു എൻ്റെ ഉള്ളത്തിൽ ജീവിക്കാൻ തുടങ്ങി. ആ നിമിഷം മുതൽ എനിക്ക് ലഹരിയെ ജയിക്കാൻ കഴിഞ്ഞു, എനിക്ക് പാപത്തെ ജയിക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാ, ഈ കർത്താവ് ഉള്ളിൽ ജീവിച്ചാൽ അടുത്ത നിമിഷം നമുക്കൊരു ജയാളിയായി മാറാൻ കഴിയും. തിരുവെഴുത്ത് എത്രയോ വളരെ ഭംഗിയായി പറഞ്ഞു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാക്കാൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എത്രയോ ആളുകളെ, ഇന്ന് എനിക്കുള്ള സന്തോഷം അതാണ്, എത്രയോ ആളുകളെ വ്യക്തിപരമായ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു. കൃപ മാത്രമാണ്. ഇതുപോലെ ചെന്നിരുന്ന് വളരെ വ്യക്തിപരമായി മുമ്പിലിരുത്തി ഇതുപോലെ കൃത്യതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് അനേക രക്ഷയുടെ സന്തോഷം അനുഭവിക്കാനിടയായി. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരെ രക്ഷയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണമുണ്ട്. ഞാൻ പറഞ്ഞത്, അവിടെയൊന്നും എൻ്റെ ഒരു പ്രകടനത്തിനും ഞാൻ വില കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു പ്രകടനത്തിനും ഞാൻ വില കണ്ടിട്ടില്ല. എൻ്റെ ഒരു പ്രകടനത്തിലൂടെ ഒരു രക്ഷപ്പെടുമെന്ന് ഇന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ എൻ്റെ പ്രകടനത്തിലല്ല, മറിച്ച് ഹല്ലേലൂയ എന്നിലൂടെ പുറപ്പെടുന്ന ആ സുവിശേഷത്തിൻ്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. അത് എന്നിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ അതും എൻ്റെ ശക്തിയല്ല, മറിച്ച് യേശു കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. കൃപയാൽ എന്നെ വിളിച്ചവൻ ഹല്ലേലൂയ എന്നിലൂടെ ഈ സുവിശേഷം പുറപ്പെടുവിക്കുമ്പോൾ, പത്രോസ് പ്രസംഗിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റൊരാളോട് ഈ തിരുവെഴുത്ത് സംസാരിക്കുമ്പോൾ ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞതുപോലെ, ഈ തിരുവെഴുത്ത് വേറൊരുവനോട് സംസാരിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തിയാലാണ് വീണ്ടും ജനനമുണ്ടാകുന്നത്. കൊണ്ടാണല്ലോ പത്രോസ് പറഞ്ഞത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരെയും തലയിൽ കൈവച്ചിട്ട് വീണ്ടും ജനിച്ചതല്ല, മറിച്ച് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആ സുവിശേഷത്തിൻ്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില മേഖലകളെ ഒന്ന് പരിശോധിക്കാൻ, ചില മേഖലകളിൽ ഒരു ഏറ്റുപറച്ചിലായി വിശ്വാസത്തിൻ്റെ മേഖലയിൽ യാഗമായി തീർന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ ക്രിസ്തുവിൽ ഒരു ഉറപ്പ് ഹല്ലേലൂയ ഇന്ന് ചിലർക്കെങ്കിലും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറ്റൊന്നും നോക്കേണ്ടതില്ല. ദൈവത്തിന് സ്തോത്രം. നാം ആകെ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. ഈ കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ ക്രിസ്തുവിനോട് കൂടെ
എൻ്റെ പാപിയായ മനുഷ്യൻ മരിച്ചു, എൻ്റെ ശാപമായിരുന്ന മനുഷ്യൻ മരിച്ചു, എൻ്റെ രോഗം അവനോടുകൂടെ മരിച്ചു, എന്നിലെ കടഭാരം അവനോടുകൂടെ മരിച്ചു. അടക്കപ്പെട്ടപ്പോൾ എന്നിലെ പാപം അടക്കപ്പെട്ടു, എന്നിലെ ശാപം അടക്കപ്പെട്ടു, എന്നിലെ രോഗം അടക്കപ്പെട്ടു, എൻ്റെ തകർച്ച അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ, ഞാൻ നീതീകരിക്കപ്പെട്ടവനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ശാപത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നനായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഹല്ലേലൂയ, ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുകയും അതേ കർത്തൃ ദിവസത്തിൽ അവനെ ആരാധിക്കാനായി കടന്നു വരുമ്പോൾ നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് പരസ്പരം നിരപ്പ് പ്രാപിച്ച് യോഗ്യതയോടെ മേശ അനുഭവിക്കുന്നെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മളറിയാത്ത വഴികളിലൂടെ, നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ നമ്മെ കരുതുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മെ ജയാളിയായി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ അരികത്തുണ്ട്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം പൗലോസ് പറഞ്ഞ ആ വാക്യത്തിലേക്ക്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെന്തും പറയട്ടെ, മറ്റുള്ളവരാരുടെയെങ്കിലുമൊക്കെ പക്ഷത്ത് നിൽക്കട്ടെ, മറ്റുള്ളവർ കുറ്റം പറയുന്നവരും കുറവ് കാണുന്നവരും ആകട്ടെ, എന്നാൽ എനിക്കൊറ്റ ആഗ്രഹമുണ്ട്, ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്ക് നിങ്ങളുടെ ഇടയിലായിരിക്കണം. ആ ക്രൂശിൽ പൗലോസിനുള്ള ഉറപ്പ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. ആ ക്രൂശിൽ യേശു മരിക്കുമ്പോൾ ഞാൻ ആ ക്രൂശിലുണ്ടായിരുന്നു. എൻ്റെ പാപം അവനോടുകൂടെ മരിച്ചു, എൻ്റെ രോഗം അവനോടുകൂടെ മരിച്ചു, എൻ്റെ ശാപം അവനോടുകൂടെ മരിച്ചു, എൻ്റെ ദാരിദ്ര്യം അവനോടുകൂടെ മരിച്ചു. അവൻ അടക്കപ്പെട്ടപ്പോൾ ഞാൻ അവനോടുകൂടെ അടക്കപ്പെട്ടു. ഞാൻ അടക്കപ്പെടുമ്പോൾ എൻ്റെ പാപം അടക്കപ്പെട്ടു, എൻ്റെ ശാപം അടക്കപ്പെട്ടു, എൻ്റെ രോഗം അടക്കപ്പെട്ടു, എൻ്റെ ദാരിദ്ര്യവും അടക്കപ്പെട്ടു. ഞാൻ ഉയർക്കുമ്പോൾ നീതിമാനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ സൗഖ്യമുള്ളവനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ സമ്പന്നനായി ഉയർത്തെഴുന്നേറ്റു. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് കനാന്യ സ്ത്രീ നടത്തിയത്. കർത്താവേ, നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൊന്ന് തിന്നാൻ കഴിഞ്ഞാൽ, ആ ക്രൂശിലെ യാഗത്തിന്റെ ഭാഗമാകാൻ എനിക്കൊന്ന് കഴിഞ്ഞാൽ, നിന്റെ നുറുക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗമാകാൻ എനിക്കൊന്ന് കഴിഞ്ഞാൽ, അതോടെ ഞാൻ നീതീകരിക്കപ്പെടും. അതോടെ എൻ്റെ ശാപം നീങ്ങും, രോഗം നീങ്ങും, എൻ്റെ ദാരിദ്ര്യം മാറും. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേരെന്ന് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേരെന്ന് വിശ്വസിക്കുന്നു? എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ആഗ്രഹത്തെ, എൻ്റെ അരികത്ത് നിൽക്കുന്ന കർത്താവ് എൻ്റെ ആഗ്രഹത്തെ നിവർത്തിക്കാൻ പോകുകയാണ്. ഇന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നെങ്കിൽ ഒന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പിച്ച് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ആഗ്രഹത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വെച്ചിട്ടുണ്ട്. നിന്റെ ആഗ്രഹത്തിന്മേൽ അവന്റെ ശക്തി ഈ സമയം വ്യാപരിക്കുകയാണ്. നിന്റെ ആഗ്രഹത്തെ നിറവേറിയ സന്തോഷം ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാനിടയാകും. യെസ്, നല്ല പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സ്നേഹിച്ച് അങ്ങയുടെ പാതപെടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഇത്ര കൃത്യതയോടെ ഞങ്ങളോട് നീ സംസാരിക്കപ്പെടുകയും ചെയ്തതിനായി സ്തോത്രം. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കർത്താവേ, ക്രൂശിൽ നിന്നോടൊരുമിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അവിടെ നിന്ന് ഒരുക്കിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒപ്പം കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ നീ ജയാളിയാക്കി മാറ്റി കൃപയ്ക്കായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കൂട്ടത്തിൽ, ഈ സഭയെ, ഈ സഭാ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു മനസ്സോടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവത് വിശ്വസ്തയോടെ ചെയ്തതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ